നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചുന്ദാരി പെണ്ണേ നീ അൻപോടു വാഴാനോ നെഞ്ചാറോടുകണം. വേരേറി മാടത്തെ താങ്ങും മൂളക്കമ്പ്, താനാരെ തന്താനോ ദൈതാരോ, ഇരുമോറും നിറമാറും മുകിലെന്തൊരു ഹുങ്കാണേ. ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടമോ, ചുന്ദാരി പെണ്ണേ നീ അൻപോടു വാഴാനോ നെഞ്ചാറോടുകണ്. വേഗം തിരിനിട്ടിക്കൊണ്ടൂതാ കാറ്റോടുന്നു, താനാരെ നന്താനോ ദൈതാരോ, വരനീളും വിധിമാറും കരളെന്നേ കര കണ്ടേതോ. ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടമോ, ചുന്ദാരി പെണ്ണേ നീ അൻപോടു വാഴാനോ നെഞ്ചാറോടുകണ്. വേരേറി മാടത്തെ താങ്ങും മൂളക്കമ്പ്, താനാരെ തന്താനോ ദൈതാരോ, ഇരുമോറും നിറമാറും മുകിലെന്തൊരു ഹുങ്കാണേ. ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടമോ, ചുന്ദാരി പെണ്ണേ നീ അൻപോടു വാഴാനോ നെഞ്ചാറോടുകണ്.
അകത്തേക്ക് പോയിക്കോ. അയ്യോ, അത് അവിടെ ദേ. അതെലിയ. അതെന്റെ അമ്മയാ. ആരാ ആരാ? അമ്മ, അമ്മ പോലെ. അമ്മ പോലെ, പക്ഷേ അമ്മയല്ലല്ലോ. ഇഷ്ടായോ? നമുക്കിവനെ തീറ്റിക്കാൻ പോവാം. നീ എന്താടാ വരാൻ വൈകിയത്? പോയിട്ട് കുറച്ചായല്ല. ഒരരി എടുക്കപ്പ. നിന്റെ കൂടെ ഒരു കഴുതേനെ കണ്ടെന്ന് കേട്ടല്ല. കൈതിയോ? കൊറേയുണ്ടോ? ശാന്തന്റെ ചെറിയ മോൻ മരിച്ചു. ബാക്കി വെച്ചത് കല്യാണം കഴിയാത്ത മകളും ഒരു കഴുതിയും ഞാൻ കൂടെ കൂട്ടി. പിന്നെ പൊടിയനൊരു തുണയാവല്ലോ എന്ന് വിചാരിച്ചു. തോണ പൊടിയന് മാത്രം മതിയാ, നിനക്ക് വേണ്ടേ? കള്ളിന്റെ ശൗര്യം മൊത്തോ അവിടെ മേക്കെടുക്കല്ലേ? അപ്പോ അവനായിട്ട് ശൗര്യമൊന്നുമില്ലേ? ഒന്ന് കാണിക്കാൻ മാത്രം. ഒരു പൊട്ടും പൊടിക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ചത്തുപോയ ശാന്തരമയത്ത് ഈ നാട്ടുകാർ കയറി നിരങ്ങായിരുന്നോ? കൂടുതൽ മേഞ്ഞതാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കണവാ, നിനക്ക് കണവന്റെ പുറം പോണ്ടേ? കഴുതനെ കാണണ്ടേ? ഞാൻ പോട്ടെ. കഴുത കാണാൻ ഞാനും വരട്ടെ. ഞാനും വരട്ടെ. മുട്ട
ഇതൊറ്റയ്ക്ക് ഇവിടെ കൂട്ടില്ലാതെ? പൊടിയനില്ലേ? ഓ, അപ്പൊ അതിനൊരു പേരിടണ്ടേ? ഉണ്ടല്ലോ, ചില്ലൻ. ചില്ലൻ. ചില്ല ചില്ല. മോന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? പുളിക്കടവിലാ കണ്ടത്. പോലീസുകാരനോട് കൊറേ ചോദിച്ചു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാരും ദുഷ്ടന്മാരാ. എല്ലാരും? എല്ലാരും അല്ല, പാവങ്ങളും ഉണ്ട്. ഷാപ്പ് പൊട്ടൻ, തയ്യൽക്കാരൻ ചേട്ടൻ, ചില്ലൻ, പിന്നെ അതെങ്ങനെ അറിഞ്ഞു? അപ്പൻ്റെ കൂടെ ഇറങ്ങി വരാൻ പാങ്ങക്കേ പറ്റൂ. ബോധം അറിയും വരെ കുടിക്കും, പിന്നെ കിടന്നുറങ്ങിക്കോളും. എന്നെ വല്ലാതെ ഉപദ്രവിക്കും. ദുഷ്ടനാ. ഞാൻ എന്താ വിളിക്കുക? ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മയെ. എന്നാ അങ്ങനെ വിളിച്ചോ. ചില്ലന് ഏറ്റവും ഇഷ്ടം എന്താ? കരിമ്പ്. എനിക്കും ഇഷ്ടാ കരിമ്പ്. ഞാനൊരിക്കൽ തിന്നിട്ടുണ്ട്. അമ്മ വാങ്ങി തന്നതാ. ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാം. കരിമ്പും പാടം എങ്ങനെ ആകാശം മുട്ടെ പരന്ന് കാണാം. കരിമ്പ് തിന്നുകയും ചെയ്യാം. കരിമ്പാരുടെയാ? ആരുടെയോ? അത് തിന്നാൻ അവർ സമ്മതിക്കുവോ? 1 2 അല്ലേ തിന്നുന്നുള്ളൂ. അപ്പൊ ചില്ലനെയും കൂട്ടോ? കൂട്ടണോ? കൂട്ടാ 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 കൂട്ടാ. കൂട്ടാ. ചുണ്ടാരി പെണ്ണേ നീ അൻപോടു വാഴാനോ. നീ പുറത്തിടുന്നു. അതിന്റെ കാലിന്റെ വീട് നോക്കിക്കേ, കണ്ടോ? ഡാ, അതിന് കൊടുക്ക്. കൊടുക്കടാ. ഇല്ല, കൊടുക്ക്.
കഴുതയ്ക്ക് നൊന്താലേ അത് ദുഷ്ടപിശാചുകളെ പുറത്തുവിടും. അത് ബാധിച്ചാലേ നിനക്ക് കഴുതയുടെ ബുദ്ധിയായി പോവും. ഷാപ്പു ചക്കനെ കണ്ടോ? അവന്റെ അച്ഛൻ കഴുതേനെ എറിഞ്ഞതാ. ബുദ്ധി ഇടിച്ചിട്ടാൻ മാർഗമുണ്ടോ? ആ, കഴുതപ്പുറത്ത് സവാരി ചെയ്ത് കഴുതച്ചാണത്തിൽ കിടന്നുരുണ്ട് അമ്പലക്കുളത്തിൽ 8 പ്രാവശ്യം മുങ്ങി നിവർന്നാൽ ബാധ വിട്ടു. എന്നെ കഴുതപ്പുറത്ത് കയറ്റോ? ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ആദ്യം ഇതുമായി ചെങ്ങാത്തം കൊടു തൊട്ടും തലോടിയും എന്നിട്ട് കേറാം. പോടാ പിള്ളേരെ. ശല്യങ്ങള് എല്ലാം കൊണ്ട് മനുഷ്യന്റെ സ്വസ്ഥത കിട്ടും. കേറിപ്പെടാത്ത അതിനെ തൊട്ട് തൊട്ട് കൂട്ടുകൂടി പുറത്ത് കയറി ഓരിച്ചു പോയി ബുദ്ധിമാനാകണം. പിന്നെ ചാണാത്തി കുളിച്ച് ചില്ല എന്നെ കഴുതപ്പുറത്ത് കയറ്റോ? വന്നല്ലേ ഉള്ളൂ, പരിചയാവട്ടെ എന്നിട്ട് കേറാം.
ആരാ? എൻ്റെ കടയാ ഇത്. മനസ്സിലായില്ല? കണവന്റെയാ? ശ്രീധരേട്ടനോ? കുറെ ആയില്ല കണ്ടിട്ട്. എന്തായി വഴിക്കൊക്കെ? എനിക്കൊരു കുപ്പായം തന്നണം. ഇതാ തുണി. എന്താ ശ്രീധരേട്ട ഇപ്പൊ ഒരു കുപ്പായിടാൻ പോയി? എനിക്ക് ബോധ്യപ്പെട്ടിട്ടല്ല. മോൻ്റെ കല്യാണം അടുത്ത മാസാ. ഞാൻ കുപ്പായിടുന്ന എല്ലാവർക്കും ഒരേ വാശി. മാറ്റങ്ങൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. പുരോഗതിയിലേക്ക് കണ്ണും കാതും കൂർപ്പിക്കണം. നിങ്ങൾ പറയുന്ന പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇത്ര അറിയാം. അടുത്ത പ്രദേശത്തൊക്കെ കറണ്ടും ഫോണും ലൈറ്റും ഒക്കെ ആയി. നമുക്ക് മാത്രം കിട്ടിയിട്ടില്ല. അതൊക്കെ രാഷ്ട്രീയ കളിയല്ലേ ശ്രീധരേട്ട? ഭരിക്കുന്നവർക്ക് ബോധിച്ച കാര്യം നടക്കും. എങ്ങനെ ബോധിപ്പിക്കും? അതിനെ പാർട്ടിക്കാർ മുൻകൈ എടുക്കണം. എല്ലാ പാർട്ടിയിലും ആത്മാർത്ഥമുള്ളവരുണ്ട്. നമുക്കിവിടെ കുറവാ. ഇത്രയും മതിയോ? മതി. 29 ഷോൾഡർ 20 40 15 പോരാ. എന്നാ പിന്നെ മുരളിക്കൊന്ന് ശ്രമിച്ചൂടെ? ഓരോരുത്തർക്കും ഓരോ നിയോഗമാ. എന്റേത് മാറ്റമാ ശ്രീധരൻ. കഴുതപ്പുറത്ത് കയറിയ ബുദ്ധി കൂടോ? അതെനിക്കറിയില്ലല്ലോ. എന്തേ ചോദിക്കാൻ? ആ ചെക്കൻ എന്റെ പുറകിന്ന് പോകുന്നില്ല. അവന് കഴുതപ്പുറത്ത് കയറണോന്ന്. ഞാൻ ഓരോ കാര്യം പറഞ്ഞ അവൻ ഒഴിവാക്കും. ഇന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു ആദ്യം കരിമ്പ് കൊടുത്തു ചങ്ങാത്തം കൂടാൻ. എന്നിട്ട് അവൻ നാളെ തന്നെ കരിമ്പ് കൊണ്ടുവന്നേറ്റു. ഒരു കഷ്ണം എനിക്കും തിന്നാലോ. നീ കഴിച്ചിട്ട് കിടന്നോ? എനിക്ക് വേണ്ട. അതെ, ഇന്നെങ്കിലും കുടിക്കാതെ വരണേ. ഒന്ന് വേഗം നടക്ക്. വാ, സമയത്തിനെത്തണ്ടേ? നീ ഇന്നലെ എന്ത് ചതിയായി കാണിച്ചേ? നേരത്തെ കടന്നു കളഞ്ഞു. ആ, വെറുതെ അല്ല, ഇന്നതിന് പകരം വിട്ടണം. നേരത്തെ എത്തണം. ഇടക്കൊക്കെ ഞങ്ങൾക്ക് വിട്ടതാ ഈ പാവത്തിനെ.
ഓ ആ കണവന് കഴുതയും പെണ്ണിനെയും കിട്ടിയതറിഞ്ഞു. ഓ നല്ല ചൊവ്വും ചുണയുള്ള പെണ്ണാണല്ലോ. എന്താടി നിന്റെ പേര്? കണ്ണകീന്ന. ഇവിടുത്തെ മാതിരി ചിട്ടയ്ക്കൊക്കെ നിന്നാ നിനക്ക് നല്ലത്. അല്ലാതെ തൊലിമിനിക്കിന്റെ പൊങ്ങച്ചൻ കാണിച്ച ആ പുതിയ പൊറുതിയൊക്കെ നിനക്ക് പിടിച്ചോടി. നീ എങ്ങനെയും ഭാഗ്യവാനാ. ആദ്യത്തെ പെണ്ണ് പുഴയിൽ വീണ് മരിച്ചപ്പോ പോലീസ് പിടിക്കാൻ വന്നതല്ലേ. ഇവന്റെ ഭാഗ്യം കൊണ്ട് ആ ജന്മി ഇടപെട്ട് കേസും കൂട്ടും ഇല്ലാണ്ടാക്കിയത്. ഇപ്പോഴാണേ ഒന്നിനൊന്ന് തെറിക്കുന്ന പെണ്ണും കഴുതേ. ആ പിന്നെ അധികം വെച്ച് വൈകിപ്പിക്കണ്ട. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തരണം കേട്ടോ? ഓ അങ്ങനെ ആവട്ടെ തമ്പ്രാട്ടി. നിക്കടി. എടി നിക്ക്. ദേ കണവന്റെ പുതുപ്പെണ്ണ്. അവൻ ഒറ്റക്കതിനെ എന്തോ ചെയ്യും. നാട്ടുകാരെ മനക്കെടുത്തുന്നാ തോന്നണേ. ഒന്ന് മെനക്കെട്ട മുതലിങ് പോരും. മുതലും പലിശ നോക്കുന്ന മട്ടാ. കണവാ. ആ ഓ കണവാ. ആ കൊടുക്കുന്നോ? അപ്പൊ ഈ തുണിയാര് ചുമക്കും? കഴുതേനല്ല, കഴുതേനെ ആർക്ക് വേണം? അമ്മ കഴിക്കുന്നില്ലേ? അപ്പനൊപ്പോഴേ കഴിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കല്ലേന്ന്. എന്നിട്ട് അച്ഛൻ സമ്മതിച്ചോ? എന്നെ ഒട്ടെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ കുടിക്കില്ല. നീ കഴിച്ചുറങ്ങിക്കോ. കുടിക്കാതെ വന്നാ ഞാൻ വിളിക്കാം. കണവനിതാദ്യ എത്ര കുടിച്ചാലും കമ്പിപ്പാര പോലെ നിൽക്കേണ്ട കണവനെ വീണു. അവന്റെ ശക്തിയെല്ലാം ഇങ്ങോട്ടോ വാർന്നൊഴുകി പോകുന്ന പോലെ. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. അപ്പം വന്നത് ഞാൻ അറിഞ്ഞു. എനിക്കറിയായിരുന്നു അമ്മ എത്ര പറഞ്ഞതാ. വല്ലപ്പോഴേ തുണി എടുക്കാനും കൊടുക്കാനും പോവാറുള്ളൂ. എപ്പോഴും കുടിച്ചും കളിച്ചും നടക്കും.
ഡാ, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ ഈ തൂരമണിക്ക് പകരം ഞാഞ്ഞൂലിനെ കോർത്തിനാന്ന്. ജീവനുള്ള ഞാഞ്ഞൂലിനെ ചൂണ്ടയെ കോർക്കുന്നത് പാപാന്ന്. അപ്പോ മീനിനെ ചൂണ്ടയെ പിടിക്കുന്നതോ? അത് തന്നാലെ വന്ന് കുടുങ്ങുന്നതല്ലേ. അതിന് വേണമെങ്കിൽ കുടുങ്ങാതിരുന്നൂടെ? സഖാവേ, ഇവിടെ കാര്യങ്ങൾ അതീവ ഗുരുതരമാണ്. കൃഷ്ണൻ ജന്മി പണിക്കാർക്ക് നീതിപൂർവമായ കൂലി കൊടുക്കുന്നില്ലെന്ന് മാത്രവുമല്ല, കാലാകാലങ്ങളായി അയാൾ ജോലി ചെയ്തിരുന്ന 3 കുടുംബങ്ങളെ അവരുടെ കുടികിടപ്പിൽ നിന്നും ഇറക്കിവിടുകയും ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്തുകയുമാണ് ചെയ്യുന്നത്. കഴുതകളെപ്പോലെ ജോലി ചെയ്തിരുന്നവരെ ഒഴിവാക്കാൻ കാരണം അവിടുത്തെ പെണ്ണുങ്ങൾ അയാൾക്ക് വഴങ്ങുന്നില്ല എന്ന് മാത്രമാണ്. താൽക്കാലികമായി നമ്മുടെ സഖാക്കളുടെ വീടുകളിൽ അവർക്ക് അഭയം കൊടുത്തിരിക്കുക. ഉന്മൂലന സിദ്ധാന്തം ഇവിടെ പ്രാവർത്തികമാക്കിയേ പറ്റൂ. ഞങ്ങൾ എത്രയും വേഗം ചെയ്തിരിക്കും. ഞങ്ങൾക്ക് ഒളിവിൽ കഴിയാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം എന്ന് മുരളി. ഇൻക്വിലാബ് സിന്ദാബാദ്. സായുധ വിപ്ലവം ജയിക്കട്ടെ. കണ്ണകി, എല്ലാം നനച്ചോ? ദിവാര അതോ? ആ, ഇതിലുണ്ട്. ശിവദാസ, എടാ പട്ടി, വാടാ പുറത്ത്. വേണ്ടതെല്ലാം എടുത്തോണ്ട് പോയിക്കോ. വീടിന് തീടുവാ. കുട്ടനെ പെറ്റത് ഈ വീട്ടില. നമുക്കിറങ്ങണ്ട, ഇവിടെ തീരാ. ജന്മിക്ക് എന്നെ വിട്ടുകൊടുത്തില്ല. നിങ്ങളൊരാണ്. നമുക്ക് ഇറങ്ങാം. മോന് വേണ്ടി. ഇവനൊരു ചെറു പൊള്ളലേക്കുന്ന പോലും എനിക്ക് പോർക്കില്ല. ഒരാണിനൊപ്പം വെറും കൈയോടെ പോകുന്നത് ഒരഭിമാനമാ. ആഹാ, കെട്ടിപ്പിടിച്ചു നിൽക്കാൻ കണ്ട നേരം. ഇറങ്ങടാ പുറത്ത്. തീ ആളി കത്താൻ തുടങ്ങി. അടിച്ചു പൊളിക്കടാ. മാറി നിൽക്കടാ അങ്ങോട്ട്.
എന്നും നമ്മൾ ഒരേ ആൾക്കാർ, ഒരേ കളി. ബോറടിക്കുന്നു. നമുക്ക് ആളെ മാറ്റാൻ പറ്റില്ലല്ലോ. കളി മാറ്റിയാലോ? പുള്ളിമുറി പെട്ടെന്ന് തീരും. കാത്തിരിപ്പ് ഒഴിവാക്കാം. ആളെ മാറ്റിയവൻ ഈ കൂട്ടത്തിലുണ്ടല്ലോ. അവനാ ഭാഗ്യവാൻ. ഇക്കണക്കിനെ ഇനിയും മാറ്റേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ശിവദാസന്റെ കാര്യം എടുക്കാം. അവൻ എന്തത്ര വാശി. കുറച്ചെല്ലാം കണ്ണടക്കണ്ടേ? നീ ചീട്ടിട്. കണ്ണടയ്ക്കുന്നതിന് ഒരു അതിരില്ലേ? ഒന്നും കാണണ്ടെന്നാണോ? സംഗതിയിൽ പന്തികേടുണ്ട്. എന്നാലും ബാക്കിയെല്ലാവരും സമ്മതിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ജന്മി എന്നും ജന്മി തന്നെയാ. പണം കൊണ്ട് കാളയെ നിലം ഇത്രയും മേടിക്കാം. മറ്റൊരുത്തൻ്റെ അന്തസ്സും ആണത്തോ മേടിക്കാന്ന് വെച്ചാ നീ വർത്താനം നിർത്തി ചീട്ടിട്. ബാക്കി കാര്യം അങ്ങനെ നടക്കും. നമ്മളായിട്ടൊന്നും മാറ്റാൻ നോക്കണ്ട. ചുണയുള്ള ആണുങ്ങൾ വേണം ചോദിക്കാനും പറയാനും. നീ ഒറ്റത്തടി, അതുകൊണ്ട് പറയാം. ശിവദാസന്റെ പോലെ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയോ? ഇവിടെ ചിലതൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. ചിലതൊക്കെ നടക്കും. കണ്ണകി, ഞാൻ കട അടയ്ക്കുകയാണ്. ഇന്നിനി വരില്ല. ഇപ്പൊ തെറ്റുവേ. വേണ്ട വേണ്ട, കല്ല് കയ്യിൽ നിന്ന് പോയാ തിരിച്ചു പിടിക്കാൻ പറ്റില്ലേ? ഇത് എവിടുന്നാ? കുട്ടൻ തന്നതാ. ഇതുകൊണ്ട് നീ എന്ത് ചെയ്യും? താഴെ വീഴ്ത്തും. എന്തിന്? എല്ലാത്തിനെയും. അത് പാടില്ല. താഴെ വീഴേണ്ടതേ വീഴിക്കാവൂ. കുട്ടനെ മറ്റും എന്തിനാ ഇറക്കി വിട്ടെ? ജന്മിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിക്കാണും. കഴിഞ്ഞ ആഴ്ചയും കുറെ പേര് ഇറക്കി വിട്ടല്ലോ. അയാള് ദുഷ്ടനാ.
ചായ. ഇപ്പൊ ഒരു ചായയെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. ഇന്നലെ വന്ന രണ്ടുപേരാരാ? നമ്മുടെ 2 സഖാക്കളാ, ശിവനും ദിവാകരനും. എന്തിനാ പെട്ടെന്ന് കടയടച്ചു പോയേ? കുടിയിറക്കപ്പെട്ട ശിവദാസനും കുടുംബത്തിനും താമസം ശരിപ്പെടുത്താൻ. പുറമ്പോക്കിലൊരു കൂര വെച്ച് ഞങ്ങൾ അവരെ അവിടെ ആക്കി. എന്തിനാ അവരെ കുടിയിറക്കിയേ? ഞാനും കണ്ടവരെ. നല്ലൊരു പെണ്ണ്. അതെന്നാ പ്രശ്നം? അഴകി ഇത്തിരി കൂടിപ്പോയി. ജന്മി ഇറക്കി വിട്ടവരെ കൂര വെച്ച് പാർപ്പിച്ചു എന്നറിഞ്ഞാ അയാള് വെറുതെ ഇരിക്കുമോ? പണം കൊണ്ടും കയ്യൂക്ക് കൊണ്ടും അയാൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? അയാൾക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ചുപേരൊഴികെ ബാക്കി എല്ലാവരും അയാൾക്കെതിരാണ്. ചെയ്യുന്ന ജോലിക്ക് ന്യായമായ കൂലിയോ കൃഷിനാശം വന്നാൽ പാട്ടത്തിന് ഇളവോ അയാൾ കൊടുക്കാറില്ല. അവരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ജന്മിക്ക് ഒന്നും ചെയ്യാനാവില്ല. പ്രിയമുള്ള നാട്ടുകാരെ, അടുത്ത ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ചന്തമൈതാനത്ത് KPSCയുടെ പ്രശസ്ത നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. കേരള രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച നാടകം. എല്ലാ ജനങ്ങളും പങ്കെടുത്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രവേശനം സൗജന്യമായിരിക്കും. പ്രിയമുള്ള നാട്ടുകാരെ, അടുത്ത ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ചന്തമൈതാനത്ത് KPSCയുടെ പ്രശസ്ത നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. മോളെ ഗൗരി, പോയെന്ന് വിശ്വസിക്കാനേ വയ്യ. ഇപ്പോഴും കൈപിടിച്ച് നടത്തുന്ന പോലെ. സ്വന്തം വീടുണ്ടാക്കണമെന്ന് വല്ലാണ്ട് മോഹിച്ചു. മിച്ചഭൂമി സമരത്തിലും പങ്കെടുത്തു. എന്നിട്ട് എന്തായി? സർക്കാർ ഇപ്പോ ജന്മിമാരുടെ കൂടെയാ. ഇതേ ഉള്ളൂ. മുരളിയേട്ടന് പേടിയാവൂലേ? എന്തിന്? ഇത്ര തിളങ്ങിയ തുണി മുറിച്ചിടുമ്പോ പിന്നെ തുന്നുമ്പോ ശരിയായില്ലെങ്കിലോ? ശരിയാകും, ആക്കണം. ഇതെവിടെ നീ തെറ്റാലി? കുട്ടന്റെയാ. വീടിറങ്ങി പോകുമ്പോ എനിക്ക് തന്നതാ. അവർക്ക് എവിടെ കുരു വെച്ചേ? ആ പുഴക്കരയിലെ പുറമ്പോക്കില്ലേ അവിടെ. അവിടെ നിന്ന് ആരെങ്കിലും ഇറക്കി വിടുവോ? എടാ, അത് സർക്കാർ സ്ഥലമാ. പിന്നെ ശിവദാസൻ മിച്ചഭൂമിക്ക് അപേക്ഷിച്ചതല്ലേ. നമുക്ക് ഇങ്ങോട്ടോ മിച്ചഭൂമി? നിന്റെ അപ്പൊ കടവിനും അപേക്ഷിച്ചതല്ലേ. ഭൂമി ഇല്ലാത്ത അല്ലടാ പ്രശ്നം. സർക്കാർ ജന്മിമാരുടെ പക്ഷത്താ. സർക്കാർ ഉണ്ടാക്കുന്ന അവരാണോ? അതെ, അവര് തന്നെ. ഇതൊക്കെ അറിയണമെങ്കിലേ പഠിക്കണം. നിന്നെ സ്കൂളിലേക്കട്ടെ? അപ്പം വിടില്ല.
അമ്മ വായിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്ന പുസ്തകമൊക്കെ നീ വായിക്കാറുണ്ടോ? അത് അമ്മ വായിക്കുക, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലേ നിനക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന നല്ല കഥകൾ തരാം. എന്തേ? കഥകൾ വായിക്കുന്നത് രസിക്കാനല്ലേ? പൊടിയാ, കഥകൾ വായിക്കുന്നതേ രസിക്കാൻ മാത്രമല്ല. കഥകൾ വായിച്ചാലേ നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല ചിന്തകൾ ഉണ്ടാവും. നന്മയെ അറിയാനും ആദരിക്കാനും പഠിപ്പിക്കും. തിന്മയെ മനസ്സിലാക്കാനും ചെറുക്കാനും പ്രാപ്തരാക്കും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നന്മ അറിയാനും ആദരിക്കാനും പഠിപ്പിക്കും. തിന്മയെ മനസ്സിലാക്കാനും ചേർക്കാനും പ്രാപ്തരാക്കും. ഈ തയ്യൽക്കാർക്ക് നല്ല പൈസ കിട്ടോ? നിനക്ക് മുരളിയേട്ടനോട് ചോദിച്ചൂടെ? എന്ത് ചോദിച്ചാലും ശരിയുത്തരല്ല തരിക. ഒരിക്കൽ ഞാൻ ചോദിച്ചതാ, ജീവിക്കാനുള്ളത് കിട്ടുമെന്നാ പറഞ്ഞേ. അതല്ലേ ശരി ഉത്തരം? അമ്മയ്ക്കും വട്ടായെന്നാ തോന്നണേ, മുരളിയേട്ടന്റെ പുസ്തകം വായിച്ചിട്ട്. എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. കുട്ടനൊന്ന് കാണണം, അവനെ എനിക്ക് കാണാൻ തന്നെ. എവിടെയാന്ന് വെച്ചാ കാണാൻ പോവാ. മുരളിയേട്ടനല്ലേ വീട് വെച്ച് കൊടുത്തേ പുഴക്കരയിൽ? നാളെ പോവാം. എനിക്ക് അവന്റെ അമ്മയോട് ചോദിച്ചറിയാനുണ്ട്. ഇത്തവണ ആദായമൊക്കെ വളരെ കുറവാണല്ലോടോ. ഇക്കൊല്ലം വിളവ് വളരെ കുറഞ്ഞു. അതെന്താ? നമുക്ക് പണിക്കാരും കുറഞ്ഞല്ലോ. കണവനും അവന്റെ പുതുപ്പെണ്ണും ഇങ്ങടുത്ത് പോരെ, കാണട്ടെ എന്റെ പുതുപ്പെണ്ണിനെ. ഇവളുടെ മുഖം ഞാൻ മറ്റെവിടെയോ കണ്ടതുപോലെ. ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. എവിടുന്നാന്ന് ഓർക്കുന്നില്ല, കണ്ടിട്ടുണ്ട്. കഴുതേനയും കൊണ്ട് നടത്താൻ മാത്രം പണി നിനക്കുണ്ടോ? പണിയില്ലാത്തപ്പോ ഇങ്ങു കൊണ്ടുപോരെ. ഒരു നേരം പോക്കാവൂല്ലോ. അപ്പുറത്ത് പോയി തുണിയെടുത്തോ. ഇത് പ്രത്യേകം മാറ്റി അലക്കണം. ഉള്ള പാണന്റെയും പറയന്റെയും തുണിയുമായി മുട്ടിക്കണ്ട. സോപ്പും പതയും മുക്കി ഊതിയാ മതി. എന്നെ ഒന്ന് ഉദിപ്പിക്കാമോ? ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ആട് വന്നു. എന്നിട്ട് ടീച്ചർ അതിനെ വടിയെടുത്ത് തല്ലി ഓടിച്ചു. ടീച്ചർമാർ പിള്ളേരെ തല്ലുവോ? കുരുത്തക്കേട് കാണിച്ചാലും കിട്ടും, പഠിച്ചില്ലേലും കിട്ടും. എന്നാൽ എന്നെ തല്ലിക്കോ, ഞാൻ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. എന്ത് കുരുത്തക്കേട്? ഞാൻ മുറിബീഡി വലിക്കും. അതെവിടെ കിട്ടും? മുരളിയേട്ടനെ കാണാൻ വരുന്നവരെ ബീഡി വലിച്ച് കുറ്റിയെറിയും. അത് ഞാനെടുത്ത് ആരും കാണാതെ വലിക്കും. കൈ നീട്ട്.
കൈ നീട്ടാൻ. നാടകം കാണാൻ പോകുന്നുണ്ടോ? വീട്ടിൽ നിന്ന് വിടൂല. ഒരു പണിയില്ലാത്തവരാ നാടകത്തിന് പോണേന്ന് അച്ഛൻ പറയും. ഞാൻ മുരളേട്ടന്റെ ഒപ്പം പോവും. മുരളേട്ടൻ കമ്മ്യൂണിസ്റ്റാ. കമ്മ്യൂണിസ്റ്റുകൾ കുഴപ്പക്കാരാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. പാവങ്ങളെ സഹായിക്കുന്നതാണോ കുഴപ്പം? മുരളേട്ടൻ കുഴപ്പക്കാരനാണോ? എനിക്കറിയില്ല. എന്നാലും അവനിത് ചെയ്തുവല്ല. 3 മാസം വയറ്റുണ്ടായിന്നാ പറയുന്നു. അത് തന്നെ കാരണം. ശിവദാസന് സംശയം തോന്നിക്കാണും. തോന്നിയ മാസം പറയരുത്. വേറെ ആരെപ്പറ്റി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അവളെപ്പറ്റി ഒന്നുകൂടി പറഞ്ഞാ നീ വിവരം അറിയും. ജമ്മിയെ കൊടുക്കാൻ നെക്സലൈറ്റ് ചെയ്താണത്രേ. നെക്സലൈറ്റിനെ കൊടുക്കാൻ ജന്മി ഏതാണെന്ന് പറയുന്നുണ്ട്. ഇതിലേതായാലും നെക്സലൈറ്റുകാർ കുടുങ്ങും. ജന്മിക്ക് കളറിഞ്ഞ് കളിക്കാനറിയാം. പിന്നെ ഏത് കളിക്കല്ല കോപ്പും ഉണ്ടല്ലോ. അത് ശരി. എന്ത് ശരി? ഈ ശിവദാസന്റെ ഭാര്യക്ക് ഈ ഗതി വരേണ്ട വല്ല കാര്യമുണ്ടാ? പിന്നല്ല അതിനെ എതിര് നിൽക്കാന്നായാലോ? ഇവിടെ ചിലര് മെരിയെ കിട്ടാൻ ഇത്തിരി പ്രയാസ. അത് ശരിയാ. ഇതും പഴയതുപോലെ മാറ്റമൊന്നും വേണ്ടല്ലോ. പോസ്റ്റ്മോർട്ടത്തിന്റെയോ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഡോക്ടർ മാറ്റാം. അയാൾക്ക് ചെറിയ പേടിയും പരിഭ്രമൊക്കെയാ. പിന്നെ ഞാനൊന്ന് ഉടക്കി നിർത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ പോയെന്ന് കാണണം. മേൽത്തട്ടിനും പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്കൊരു കിട്ടപ്പോലും ഉണ്ടാവില്ല. ഇത് ഉദ്ദേശിച്ചല്ല. ഇത് മേളിലെത്തണ്ട, താഴെ തന്നെ നിന്നാ മതി. മറ്റു വല്ല പ്രശ്നങ്ങളും? അത് നാട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവുന്നല്ല. അപ്പൊ നിങ്ങളോ? ആ, അതിനാണല്ലോ ഞങ്ങളൊക്കെ ഇവിടെ. സാറന്മാർക്ക് ചായ കൊടുത്ത് വിട്ടേക്ക്. അമ്മേ, അവരാണോ കുട്ടന്റെ അമ്മേ? അവരല്ല ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരെ പിടിച്ചതോ? പോലീസിന് പൈസ കൊടുത്ത് ചെയ്തതാവും. പൈസ ഉണ്ടെങ്കി എന്തും ചെയ്യാവോ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കുട്ടന്റെ അമ്മേ, എനിക്ക് ഓർക്കാനേ വയ്യ. കുട്ടനും അമ്മയില്ലാതായി. എന്നെ പോലെ ഞാൻ കുളിച്ചു വന്ന അമ്മ വയറ്റത്തേക്ക് ചാരി നിർത്തി മുടി ചീകി തരും. ഉമ്മയും തന്നിരുന്നു. തണുപ്പൊക്കെ മാറിക്കിട്ടും. വിഷമിക്കല്ലേ, മോൻ ഉറങ്ങിക്കോ.
ധൃതി കേൾക്കണം. പോകുമ്പോൾ എൻ്റെ ചെവി ചോദിച്ചു, ഇനി ഉടനെ മറ്റോ വരേണ്ടി വരുമോ? അപ്പൊ താനെന്ത് പറഞ്ഞു? ഇന്ന് കിട്ടിയതൊക്കെ ചിലവാക്കി തീർക്കുന്ന ഞാൻ പറഞ്ഞു. ചോദിച്ചു മേടിക്കാനും അവന്മാരും എടുക്കരാ. നനഞ്ഞടം കുഴിക്കാനും കുഴിച്ചെടുത്തത് കോരാനും കോരിയത് അപ്പാടെ മാട്ടാനും പോലീസിനെ കഴിഞ്ഞേ ആളുള്ളൂ. എത്ര മാട്ടിയാലും നമ്മുടെ കാര്യം നടക്കുന്നുണ്ടല്ലോ അല്ലേ? അത് പിന്നെ അങ്ങനെ ആകാനല്ലേ തരമുള്ളൂ. കണവന്റെ പെണ്ണ് ഇവളൊറ്റയ്ക്ക്. എന്തേ പൊരുത്തക്കേട് തോന്നുന്നുണ്ടാ? നോക്കൂ, ഞാൻ എഴുതിട്ടതാ. ഇതെങ്ങനെ തിന്നും? നീ കടിച്ചു തിന്നോ? അപ്പൊ ഇതെന്തെയും? അത് പറമ്പിലെറി. അത് മുളച്ച് മാവാകും. അതിലൊരുപാട് മാങ്ങയുണ്ടാകും. ഞാനൊരു കിളിക്കൂട് കണ്ടു. അതിൽ മുട്ടയുണ്ട്. വാ, കാണിച്ചു തരാം. വേണ്ട വേണ്ട, തൊട്ടാവരിയില്ല. നേരോ? സംശയമുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കേ. ഞാൻ പോണു. ജന്മിയുടെ മേൽമുണ്ട്. വേറൊന്നിലും മുട്ടിക്കല് പോലും. മുട്ടിച്ച
ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. ചന്തപ്പറമ്പിൽ നാടകം ഉണ്ടെന്ന് ചെണ്ട കൂട്ടിപ്പോയി. നമുക്കെതിരെ അതിലെന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താ കേട്ടെ? സാമൂഹ്യ പരിഷ്കരണം, ആചാര നവീകരണം, അയിത്തോച്ചാടനം, അങ്ങനെ എന്തൊക്കെയോ. മുടക്കണത് ബുദ്ധിയല്ല, നടക്കട്ടെ. ഇവര് എന്താടാ ഈ നേരത്ത്? അങ്ങനെ പുഴക്കരയിൽ വെച്ച് വെടിവേലും ഇവിടെ കേറി പിടിച്ചു. എന്നിട്ട് കുട്ടികൾ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. നീ എന്തിനാ ഇവളെ പുഴയിലേക്ക് പറഞ്ഞു വിടുന്നത്? നിനക്കലക്കാൻ പൊക്കൂടെ? ഇവിടെ വീട്ടുപണിക്ക് നിർത്താലോ. ഓളെ നന്മക്ക് പറഞ്ഞ അത്ര തന്നെ. നീ നടന്നോ, ഞാൻ വരാം. പോയിക്കോ. ഇന്നിനി പോണ്ട. പോ പോന്ന്. നീ കണ്ണകയെ ജന്മയെടുത്ത് കൊണ്ടുപോയെന്ന് അറിഞ്ഞു. എല്ലാരും ഒളിപ്പിച്ചു നോക്കാൻ നോക്കുമ്പോ ഇവനൊരുത്തരങ്ങ് കൊണ്ടുപോയി. എത്ര ഒളിപ്പിച്ചാലും കാണൂലേ. വടിവേലി ശല്യപ്പെടുത്തിയ പിന്നെ മിണ്ടാടുക്കണം. എങ്കിൽ പോലീസ് പറയരുതോ? പോലീസുകാർ കുറെ പേരില്ലേ, ജന്മിയാകുമ്പോ ഒരാളല്ലേ ഉള്ളൂ, അല്ലേ കണവാ? ഇവരൊക്കെ കഴിഞ്ഞാ നിനക്ക് വല്ല കാര്യം ഉണ്ടാവോടെ? ഏച്ചില് കിട്ടുമെന്നൊക്കെ പോവാ. അമ്മേ, അമ്മേ.
മനുഷ്യര് തൊട്ടാ വിരിയാതിരിക്കോ? നിന്നോട് ആര് പറഞ്ഞു? ആദിത്യ. അതാരാ? ഒരു സ്കൂൾ കുട്ടി. എങ്ങനെയാ പരിചയം? കഴുതയെ കാണാൻ നിൽക്കും. എനിക്കൊരു മുട്ടയും തന്നിരുന്നു. മുട്ട എവിടെ? ഞാൻ തിന്നു. പിന്നെ എങ്ങനെ വിരിയും? അതല്ല, പൊന്തക്കാട്ടിലെ മുട്ട. കുഞ്ഞുള്ള മുട്ടയാണെങ്കിൽ വിരിയും. തൊട്ടാ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്താ പറ്റിയേ? മോൻ ഉറങ്ങിക്കോ. നീ കാരണം നാണം കിട്ടും. പുറത്തിറങ്ങി നടക്കാൻ മേലാതായി. നാണം കിടുന്ന സ്ഥലത്ത് ഇരുന്നു കൊടുത്തിട്ടല്ലേ? ഞാനായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ആണാണെങ്കി പറയാനും പെരുമാറാനും അറിയണം. അമ്മ വല്ലാത്ത വിഷമത്തില. എവിടെങ്കിലും പോവാന്നാ പേടി. നിന്നെയും കൂട്ടിയാലോ? ഞാൻ പോകത്തില്ല. അതെന്താ? ഞാൻ പോകത്തില്ല, അത്ര തന്നെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ കഴുതനെയും കൊണ്ട്. അതാ ചെക്കനോടത്തേക്ക്, അവന് ബുദ്ധി കൂടട്ടെ. അവൻ അങ്ങനെ കരുതേക്കുന്നേ. വല്ലാത്ത ചെക്കൻ തന്നെ. സാർ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു, എല്ലാരും പൊട്ടന്മാരാണത്രേ. പൊട്ടനല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ പൊട്ടൻ. ആ, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്നെ കഴുതപ്പുറത്ത് കയറ്റാൻ പറ്റുമോ? അതിന് കഴുതി ഇവിടെ ഇല്ലല്ലോ. എന്നെ പറ്റിക്കാൻ പറയാ. എവിടെ ഒളിപ്പിച്ചേ പറ. കഴുതനെ ഞാൻ ആ കാട്ടിയെ കെട്ടിയിട്ടുണ്ട്. നീ വേണമെങ്കിൽ പോയി അയച്ചോ. മീൻ കിട്ടിയോ? ഇല്ല. പൊട്ടന്മാര് കൊത്തുന്ന മീനിന് നേരെ ജീവനിൽ ഏറിയിട്ടാ കിട്ടാണ്ടിരിക്കോ? ആ ചൂണ്ടെങ്കിതാ. എടാ, നിങ്ങൾ ചന്തയിൽ പോയിട്ട് ഒരു കെട്ട് ദിനേശും ഒരു തീപ്പെട്ടി വാങ്ങിച്ചിട്ട് വാ. ബാക്കിക്ക് മുട്ടായും വാങ്ങിക്കോ. ഇന്നാ വാടാ. അവര് പോയി കേട്ടാ. നമുക്കൊന്ന് ഇട്ട് നോക്കാം. മീനൊരു കറിക്കുണ്ട്. ആ ചെറുമീനൊരു ശല്യമാ. നല്ല രുചിയുള്ള മീൻകറിയും കൂട്ടിയിട്ടൊരു ഊണ്. വായിൽ വെള്ളം വരുന്നുണ്ട്. മോൻ പോയി കഴുതയെ കൊണ്ടുവാ.
ആ വടിവേലുവിന്റെ ചൂണ്ടയെ കൊത്തിയ മീൻ നമ്മുടെ ചൂണ്ടയെ കൊത്താണ്ടിരിക്കും. കൊത്തേണ്ടതാണ്. അമ്മ അവർക്ക് മീൻ കിട്ടോ? കിട്ടിയാ മതിയായിരുന്നു. ഞാൻ ഓർത്തു എന്തിയെന്ന്. കാര്യങ്ങളൊക്കെ അറിഞ്ഞോളുമല്ലോ. നമ്മുടെ സഖാക്കളെ ജെന്മി കള്ളക്കേസ് കുടുക്കി. പോലീസ് അവരെ ഒരുപാട് ഉപദ്രവിച്ചു, കുറ്റമേൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവർ ധീരരാണ്. അവർ പെട്ടെന്നൊന്നും കീഴടങ്ങില്ല. എന്തിനും തയ്യാറാണ് അവർ. ജെന്മി ഇനി വൈകിക്കൂടും. ഇവിടം വല്ലാത്ത സ്ഥലമാ. ആദ്യം പേടി തോന്നി, എന്നാ ഇപ്പം മനസ്സിലായി. പേടിച്ചിരുന്ന എല്ലാം നഷ്ടമാവും. നഷ്ടപ്പെടുത്താൻ വയ്യ. എന്റെ ഇടപെടലിന്റെയും വായനയുടെയും ഗുണം കാണുന്നുണ്ട് കണ്ണകിക്ക്. നല്ലൊരു മനസ്സും. ഞങ്ങളുടെ ഒരു സഖാവായി കണക്കാക്കിക്കോട്ടെ. മനസ്സുകൊണ്ടും ചെയ്തി കൊണ്ടും അങ്ങനെയായിരിക്കും. എന്നാ എനിക്ക് ചില പരിമിതികളുണ്ട്. അത് മതി, ഈ വാക്കു മതി. ഞാൻ ഇറങ്ങട്ടെ. നാടകം 6 മണിക്കാ. കണ്ണകി, നാടകം കാണാൻ പൊടിയിലും കൂട്ടി നേരത്തെ എത്തിക്കോണം. അപ്പൊ പിന്നെ ആ സീരിയല് ജോറായിനെ. പിന്നെ ആ നമ്പൂരി അയച്ചു ചെയ്തു മറ്റേ നീലിപ്പെണ്ണും ആ ചാടം ഗോപാലനെ കേശവ നായരുടെ ആൾക്കാർ തല്ലിയതെങ്കിൽ സഹിക്കാനായില്ല. മനുഷ്യ നന്മയ്ക്കായി പിറന്നു വീണ എല്ലാ പ്രസ്ഥാനങ്ങളും സഹനത്തിലൂടെയാ വളർന്നതും വിജയിച്ചതും. കഴിക്ക. വേണ്ട, കുറച്ചുകൂടെ കഴിക്കേ. മതി, കഴിക്കേ. ഏയ്, ഒരു കുപ്പായം തിന്നാനുണ്ട്. അതിവിടെയല്ലേ? മോനെ, ഇതുകൂടി കഴിച്ചിട്ട് പോടാ. വേണ്ട, അമ്മ കഴിച്ചോ. എനിക്ക് ശരിക്കും നിങ്ങളോട് അസൂയ തോന്നുന്നു. അതെന്താ? ഒരു തയ്യൽക്കാരനായ മതിയായിരുന്നു. വേലുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് മുട്ടി നോക്കിയാലോ? എഴുന്നേൽക്കടാ. വാക്കും നോട്ടവും സൂക്ഷിച്ചു വേണം. പോടാ, ഇറങ്ങി പോടാ. നിന്നെ ഞാൻ എടുത്തോളാടാ. നീ വലിയ കളിയൊന്നും കളിക്കണ്ട കേട്ടാ. എന്താ ഉണ്ടായേ? ഓരോരുത്തർ തോന്നിയാസം പറഞ്ഞ് നടക്ക. സാരില്ല, ജീവിതമുള്ളിടത്തോളം പ്രശ്നങ്ങളുണ്ടാകും. അതിനൊക്കെ പരിഹാരമുണ്ട്. കണ്ണകി അകത്തേക്ക് പോയിക്കോ. നാടകത്തിന് മൈതാനം നിറഞ്ഞെന്നാ കേൾവി. നീ പൊയ്ക്കോ. സൗജന്യം അല്ലേടോ. ഏത് കോപ്രായത്തിനും ആള് കൂടും.
അങ്ങനെയല്ല, നാടകം ജനത്തിന് ബോധിച്ചു. ജനങ്ങൾ ആവേശത്തിലാണ്. കുറച്ച് ദിവസത്തേക്ക് കാണും, പിന്നെല്ലാം ആറി തണുത്തോളും. കിണറ്റിൻകരയിൽ ചോമൻ ഇക്കൊരു പാട്ടം തരില്ല അത്രേ. അയാൾക്ക് വലിയ കൃഷിനാശം ഉണ്ടായിരുന്നു. ഇതുവരെ ആരും പറയാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല. ഇനിയോട്ട് കാണിക്കാനും പാടില്ല. ഒരിളവും വേണ്ട. കണ്ണകി, അധികവും മനസ്സിലാവാത്ത കാര്യങ്ങളാ. പുസ്തകത്തിലോ അതോ ആകെ കൂടിയോ? രണ്ടിലും. കണ്ണകി ശരിക്കും വിധിച്ചിരിക്കുന്നു. ഇതൊന്ന് സൂക്ഷിക്കണം. എന്റെ മുറി എപ്പോ വേണമെങ്കിൽ റെഡി ചെയ്യപ്പെടും. ഇത് അയാൾക്കുള്ളതാ. അയാളുടെ അടുത്ത ഇര നീയാണ്. അയാളെ കൊന്ന ഞാനും കൊല്ലപ്പെടാം. പക്ഷേ നിന്നെപ്പോലെ എത്രയോ പേര് രക്ഷപ്പെടും. ഇവിടുത്തെ പോലീസിനോ ഭരണകൂടത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ പറ്റാത്ത നീതി ഞാൻ ചെയ്യും. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ചെയ്താൽ പിന്നെ എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. പക്ഷെ അക്കാലം അത്രയും ഞാൻ ആഘോഷിക്കും, മനസ്സിൽ, എന്റെ നീതിബോധത്താൽ. പുസ്തകത്തില് നക്സലിസം ഒന്ന് കുറെ കാണുന്നു. ആരായി നക്സലുകള്? സ്നേഹം, ത്യാഗം, ധീരത ഇവ ജീവിതചര്യയാക്കിയവരാണ് നക്സൽ. എന്നാ ഞാനിറങ്ങട്ടെ. വേലു നിന്നെ ശരിക്കും പിടിച്ചോ? നിന്റെ ഈ നടപ്പിൻ രീതിക്ക് ഞാൻ നിന്നെ കുറ്റം പറയൂ. വീടുകളിലും കുളിക്കടവിലും ഒക്കെ കുറച്ചുകൂടി കരുതലിൽ പോയാലെന്താ? പിന്നെ നിനക്കും ഇതൊക്കെ വേണമെന്നായിരിക്കും. ദേ, ഇനി നീ ഇങ്ങോട്ട് വരണ്ട. പൊടിയനെ വിട്ടാ മതി. ഇവിടെ ആണുങ്ങളൊക്കെ ഉണ്ട്. പൊടിയനും ഇനി വരുന്നില്ല. ഇവിടെ തലക്കിന് വേണ്ട. ഞാൻ മടുത്തു. ഒറ്റയ്ക്ക് എത്ര നേരാ? ഞാൻ ഓടുവായിരുന്നു. ഹായ് കരിമ്പ്, എനിക്കിഷ്ടമാണെന്ന് എങ്ങനെ അറിഞ്ഞു? നിസാരം, ഞങ്ങളുടെ കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടം കരിമ്പ. എനിക്ക് വേണ്ട. നീ എന്നെ കഴുതേന്ന് വിളിച്ചില്ലേ? ഈ രണ്ടും ഞാൻ തിന്നും. പിന്നെ പറയല്ലേ.
വീട്ടിലെന്ത് പറയും? ഓടി വീണെന്ന്. അതിങ്ങതാ, ഇതല്ല നിന്നെ വീഴ്ത്തിയെ, എറിഞ്ഞളയാം. വേണ്ട, എനിക്ക് വേണം. ഞാൻ കൊണ്ടുപോകും. നടും മുളച്ചു പൊന്താൻ. എവിടെയായിരുന്നു ഇതെവിടുന്നാ? ഇങ്ങത്താ ഒരു മേടിച്ചോണ്ട് വന്നോളും. എത്ര പറഞ്ഞാലും കേക്കില്ല. എന്തിനാ അവളെ തല്ലുന്നേ? എന്തുവാകാന്നാ വിചാരം? ആ കഴുത ചെക്കന്റെ കൂടെ ചങ്ങാത്തം. ഇപ്പൊ കളിച്ചു വീണ് വന്നിരിക്കുന്നു. നോക്കൂ, അവൻ കൊടുത്തതാ. നിർത്ത്. എന്താ ശരിക്കും ഉണ്ടായേ? ഞാൻ ഓടി വീണതാ. അവൻ പിടിച്ചെണീപ്പിച്ചു. അപ്പൊ ഈ കരിമ്പോന്ന് അവൻ തന്നതാ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവള് പതിവായി താമസിച്ചു വരുമ്പോ തന്നെ. നിനക്കറിയോ അവൻ ആരാന്ന്? മോക്ക മണ്ണൻ ചെക്കനെ മാത്രമേ കൂട്ടിടം കിട്ടിയുള്ളൂ. അവന്റെ അമ്മ പിഴച്ച പെണ്ണ. അവൻ പാവോ. ആഹാ, ധിക്കാരി, നിനക്ക് നിന്നെ നിലയേറിയില്ല. ഇപ്പൊ നിർത്ത്. ഇനി ഇവളവനെ കാണണ്ട. എന്താ ചെയ്യാ? ആർക്കാ മുറിഞ്ഞ? ആർക്കായാലും എന്താ ചെയ്യാ? ആശുപത്രി കൊണ്ടുപോകണം. അത്ര വലുതല്ലെങ്കിലോ? വല്ല പച്ചമരുന്നും വെക്കണം. എന്ത് പച്ചമരുന്ന്? കമ്മ്യൂണിസ്റ്റ് പച്ചയാ നല്ലത്. അത് പെൺകുട്ടികളുടെ ഉടുപ്പാ. ഇട്ടേ കയ്യ്. എന്തേ, ഇഷ്ടായില്ലേ? ആരും കാണാതെ ഇടം. കാണുകേ പറ്റില്ലല്ലോ. മറ്റാരുടെയോ അല്ലേ? നിനക്കിതുപോലൊരെണ്ണം മേടിക്കണം. ഞാനേ പണം കരുതുന്നുണ്ട്. എന്നെ സ്കൂളിലേക്കോ? മുരളിയേട്ടൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം സമ്മതിക്കില്ലാന്ന്. ഞാൻ പറഞ്ഞു നോക്കാം. സമ്മതിച്ചില്ലേ ഒരു വഴിയുണ്ട്. എന്ത്? മുടങ്ങാതെ കള്ളിന് കാശരാന്ന് പറയും. അപ്പൊ സമ്മതിക്കും. കൊടുക്കാൻ പറ്റുമോ?
ഞാൻ കൂടുതൽ അലക്കും. നിന്നെ ഒന്നിലിരുത്തിയാലോ? എനിക്ക് എഴുത്തും വായന അറിയാലോ. അപ്പോ വലിയ ക്ലാസ്സിലിരുത്തും. ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. നോക്കാം 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 നോക്കാന്ന്. നോക്കാം. കാശുണ്ടോ കയ്യിൽ? ഇല്ല. ഇന്നലെ തുണി കൊടുത്ത് കിട്ടിയ കാശോ? പൊടിയനൊരു കുപ്പായം എടുക്കണം. ഞാൻ എടുത്തോളാം, നീ കാശ് താ. എന്നിട്ടെന്താ എടുക്കാത്തെ? ഞാൻ എടുത്തോളാം, നീ കാശ് താ. ഇപ്പൊ ഇല്ല. ആ മടക്കി വെച്ച് തുണിയെടുത്ത് ഇസ്തിരിയിട്. ഈ തയ്യൽക്കാരനുണ്ടോ ഇവിടെ? ഇല്ല. അയാളിപ്പോ വരാറില്ലേ? വല്ലപ്പോഴേ വരാറുള്ളൂ. അപ്പൊ തയ്യലല്ലാതെ മറ്റെന്തൊക്കെ ഉണ്ടല്ലേ? അറിയില്ല. നിനക്കറിയാതിരിക്കില്ല. മിക്കവാറും സമയം നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ആ പുഴയിൽ ചത്തുപൊന്തിയ പെണ്ണെ കൊന്നവരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. സത്യം പറഞ്ഞ് വേണ്ടതുപോലെ നിന്നാൽ നിനക്ക് കൊള്ളാം. എനിക്കറിയില്ല. ധിക്കാരം പറഞ്ഞും കാണിച്ചും നിനക്ക് ഇവിടെ കഴിയാമെന്ന് കരുതുണ്ടോ? ധിക്കാരം കാണിക്കുന്ന ആരാ? നിങ്ങളും നിങ്ങൾ സംരക്ഷിക്കുന്നവരും. മനസ്സിലായില്ല. അത്ര പൊട്ടന്മാർക്കേ മനസ്സിലാവാതിരിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ ആ പെണ്ണിനെ കൊന്ന രണ്ടുപേരെന്ന്? ആരാ കൊന്നേ? ആരാ കൊന്നേന്ന്? വാടും. കഴുതേനെ വിട്ടിട്ട് നീ എവിടെ പോയടാ? നീ കേട്ടവനെ ഇത് വല്ല നശിപ്പിച്ചാലോടാ? അവനവന്റെ നിലക്ക് നിന്ന അവനവന്റെ നല്ലത്.
തന്നിഷ്ടം കാട്ടി ഇവിടെ നിൽക്കാവുന്ന കരുതട്ടോ. തൊട്ടുപോരുതിനി. നിങ്ങൾക്ക് ശകാരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഞങ്ങൾ വയർ നിറച്ച് വല്ലതും കഴിച്ചിട്ടുണ്ടോന്നറിയോ? എന്തെങ്കിലും ഒന്ന് വാങ്ങി തന്നിട്ടുണ്ടോ? കുടിച്ചു വറ്റിക്കാനല്ലാതെ മറ്റെന്തറിയാം? ഞാനൊരു പെണ്ണാണെന്നറിയോ? നാടും നാട്ടാരും പഴയ പോലല്ല. നമ്മൾ കുറച്ച് വഴങ്ങി കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാ കുടിയന്മാർക്കും പണിക്കാർക്കും കുറച്ചുകൂടെ കൊടുക്കണം. അവരെ വെറുപ്പിച്ചാ ദോഷ. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, ഇനി ഒട്ട് പറ്റാനും പോകുന്നില്ല. പാട്ടം തരില്ല എന്നൊരാൾ പറയുന്നത് ഇത് ആദ്യമല്ലേ? അവൻ അനുഭവിക്കും, അഹങ്കാരി. അതെ, അയാളോട് മേടിക്കണ്ട. നമുക്കൊന്നും കുറയാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ണടച്ച ധിക്കാരം കൂടും. ചൊൽപ്പടിക്ക് നിർത്തണം, അത്ര തന്നെ. എന്നോട് കയർക്കല്ലേ. ആളുകൾ പറയുന്നതാ. പണിക്കാരെ നമുക്ക് എതിര് നിർത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർ എന്തിനും മുതിരും. തൃശ്ശിലേരിയിലും കോങ്ങാടും ഒക്കെ അതാ നടന്നേ. അവർ കരുതിയിരുന്നില്ല ഇവിടെ നമുക്ക് സംരക്ഷണമുണ്ട്. ഒരുത്തനും ഈ പടി കടക്കില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഭയമാ. രാത്രിയിലൊരു ഇലയിനങ്ങുന്നതോ പക്ഷി പറക്കുന്നതോ എനിക്ക് പേടിയാ. ആരെല്ലാമോ സന്നാഹം കൂട്ടി വരും പോലെ. നീ ഉറങ്ങാൻ നോക്ക്. എന്താ എന്താ ഓരോന്നും പറയുമ്പോ ആലോചിക്കണം. അത് ഉറങ്ങുന്നതിന് മുമ്പ്. പെണ്ണുങ്ങൾ അടുക്കളക്കാരി മാത്രമേ സംസാരിക്കാവൂ. പേടിയാവുന്നു, സങ്കടം വരുന്നു. കാറ്റും മഴയും കാരണോ? അല്ല, പിന്നെ നെറ്റി മുറിഞ്ഞ പെൺകുട്ടിയില്ലേ, അതാ കാറുള്ള വീട്ടിലാ. അതിനെന്താ? അവളിപ്പോ കാറിലാ പോകുന്നേ. അതിന് നിനക്കെന്താ? എനിക്ക് മൊട്ടിയമ്പഴം തരുമായിരുന്നു. അതാ കാര്യം. അതെല്ലാം ഞാൻ വാങ്ങിത്തരാലോ. എന്നാലും എനിക്ക് സങ്കടമാ. അത് ജന്മിയുടെ വീട്ടിലെ കുട്ടിയല്ലേ? ഇപ്പളറിഞ്ഞ കുട്ടി നല്ലതാ. കുട്ടികളെല്ലാം നല്ലതാ. ചുറ്റോട്ട് അവരെ ചീത്തയാക്കും. പക്ഷെ കൂടിനും മുട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാവോ? മോൻ ഉറങ്ങ.
കഴുതന്തേ? എന്താ തരേന്നേ? വരും വഴിക്ക് ഞങ്ങളുടെ കഴുതനെ കണ്ടോ? ഇല്ല. ഇന്നലെ മഴ പെയ്തപ്പോ ഞാൻ കോലായി കെട്ടി നിർത്തിയതാ. തന്നെ പോവില്ല, ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കും. വേലുവിന്റെ ഇറച്ചിക്കടയിൽ പോയി നോക്ക്. ഇന്നത്തെ ഇറച്ചി വലിപ്പം കുറഞ്ഞ വരുവാ. നിങ്ങളൊന്ന് പോയി നോക്ക്. അതൊന്നും ആയിരിക്കൂല. നോക്കുന്നതിലെന്താ, പോയി വാ. നീ പോയി നോക്ക്, ഞാൻ ആ പുഴക്കരി നോക്കാം. ഇതെന്തിന്റെ ഇറച്ചിയാ? ഇതോ കഴുതയുടെ. ഏത് കഴുതന്റെ? നിന്റെ ചാവാലി കഴുതയുടെ. പോത്തോ അതോ കന്നോ? 4 വയസ്സ് തികയാത്ത മൂരിക്കുട്ടൻ. കള്ളൻ വേലു. കഴുത ചക്ക. അയാൾ കൊന്നത് മുരിയയാ. അയാളെന്നെ പേടിപ്പിച്ചു. മറ്റാരുമല്ല, പൊട്ടനാ, ഷാപ്പ് പൊട്ടൻ. പൊട്ടാ, ഷാപ്പ് പൊട്ടാ. എന്നാലും വിശ്വസിക്കാൻ വയ്യ. ആ പ്രദേശാകെ അരിച്ചു പൊറുക്കി ഓന്റെയോ കഴുതിയുടെയോ ഒരു പൊടി പോലും കണ്ടവരാരുമില്ല. ഞാനാദ്യം പണപ്പെട്ടിയാ നോക്കിയേ, ഒറ്റ പൈസ പോലും നഷ്ടപ്പെട്ടില്ല. ഇട്ട ഉടുപ്പല്ലാണ്ട് ഓൻ വേറെ ഒന്നും എടുത്തില്ല. അവൻ കഴുതപ്പുറത്ത് കയറി ആകാശത്ത് കൂടെ പറപ്പിച്ചു കാണും. പോടാ ഒന്ന്, ഇപ്പോഴേ തലക്ക് പിടിച്ച. എനിക്കവന് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അവന് പല അത്ഭുത കഴിവുകളുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് കള്ളു കുടിച്ചപ്പോ തലക്ക് പിടിച്ചാണ്. താൻ എന്താ കണ്ടേ? ഗ്ലാസ്സിലേക്ക് കള്ളൊഴിക്കുമ്പോ കുപ്പി കഴിക്കാറില്ല. കള്ള് സോ മനസ്സാല കുപ്പിനെ ഇറങ്ങി ഒഴുകി വരുമ്പോലെ. ശരിയാ, ഒരു ദിവസം എനിക്ക് തന്ന പൊരിച്ച മത്തി ഇലയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നീന്തി നടക്കുക. വെള്ളത്തിൽ ജീവനുള്ള മീനിനെ പോലെ അവൻ കഴുതവായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ പുഴുങ്ങിയ മുട്ട തീർന്നെന്ന് പറഞ്ഞ്. അപ്പോ ഓൻ എന്റെ അടുത്തായിരുന്നു. അവൻ കൈ പുറകോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. കൈ മുന്നോട്ട് കൊണ്ടുവന്നപ്പോ കൈമേ മുട്ട. അത് ഞാനങ്ങ് തിന്നുകയും ചെയ്തു. നമുക്ക് വേലിനോട് ചോദിക്കാം. എടാ, കഴുതനെ കൊണ്ടുപോയത് ചെക്കനാ. അവനെന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഒന്ന് പോടാ. നീ ഒരു കുപ്പി എടുത്തേ. അതല്ല വേലു, അവ ചെരിക്കാണ്ട് കുപ്പിന്ന് കള്ളൂറ്റുന്നു. പൊരിച്ച മത്സ്യത്തെ എലിയിലൂടെ നീന്തിക്കുന്നു, മുട്ടയിടുന്നു. അങ്ങനെയൊക്കെ തോന്നാൻ വേണ്ടിയല്ലടാ നമ്മൾ അടിക്കുന്നത്. നീ പോയി ഒരു കുപ്പി എടുത്തേ. ആരുമില്ലേ? തുണി ആരുമില്ലേ? നിൽക്ക്. ദാ തുണി. പൈസ മേടിച്ചിട്ട് പോ.
ഇവിടെ എല്ലാരും ദൂരെ പോയി, മടങ്ങാൻ വൈകും. നീ അകത്ത് ചെന്ന് കൂജെന്നൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. നിങ്ങളൊരു കിടപ്പ് രോഗിയല്ല. ഇതുപോലെ സ്വന്തമായിട്ട് എടുത്തു കുടിക്കാം. പിന്നെന്തിന് ഞാൻ എടുത്തു തരണം? ഇതുവരെ ഒരു പെണ്ണും എന്നെ തള്ളി മാറ്റിയിട്ടില്ല. ശരിക്കുള്ള പെണ്ണിനെ താൻ കണ്ടിട്ടില്ല. ദാ ഇവനെ കൊണ്ടുപോയേ. ആ കാറ്റും മഴ വന്ന ദിവസം ഞാൻ ഷാപ്പിൽ ഉറങ്ങിയായിരുന്നു. മഴവെള്ളം മുഖത്തേക്ക് അടിച്ചു കയറിയപ്പോൾ ഞാൻ ഉറക്കമുണർന്ന്. ഞാൻ നോക്കിയപ്പോൾ കഴുത. അവനെനിക്ക് കയറാൻ പതുങ്ങി തന്നു. പുറത്ത് കയറിയത് അവൻ പായുകയായിരുന്നു. ഇവനെന്നെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. നമ്മൾ കാണാത്ത എന്തൊക്കെ കാര്യങ്ങളാ ഉള്ളേ. ഇവനെ എനിക്ക് വേണം, ഞാൻ തരൂല. ഇതെപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതണ്ട. ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ, ചുന്താരി പെണ്ണേ നീ അൻപോടു വാഴാനോ നെഞ്ചാറോടുകണം. വേരേറി മാടത്തെ താങ്ങും മൂളക്കമ്പ്
നീളും വിധി മാറും കരളെന്നേ കര കണ്ടേതോ ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടാമോ ചൊങ്കുള്ള മാനത്തെ പൊൻവട്ട പണ്ടമോ ചുന്താരി പെണ്ണേ നീ അൻപോടു വാഴാനോ നെഞ്ചാറോടുകണ് വേറേറി മാടത്തെ താങ്ങും മൂളക്കമ്പ് താനാരേ തന്താനോ ദൈതാതകത